ബാത്റൂമിൽ കയറുന്ന ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായി പരിചയപ്പെടും. ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഓരോ മുസൽമാനും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കൃത്യമായി 10 തെറ്റുകൾ നമ്മളിങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ മാരകമായ അസുഖങ്ങൾ നമുക്കുണ്ടാകും. അതുപോലെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നിന്നും ബറക്കത്തിനെ എടുത്തു കളയുമെന്ന ഒന്നാമത്തെ തെറ്റ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അമിത സമയം ഇരിക്കുക. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് മലമൂത്ര വിസർജനത്തിൽ ഒരിക്കലും നമ്മൾ തുപ്പാൻ പാടില്ല. ഇനി മൂന്നാമത്തേത് മലമൂത്ര വിസർജനം നടത്തുന്നതിൻ്റെ കൂടെ പല്ല് തേക്കുന്ന ചില ആളുകളുണ്ട്. രാവിലെ എഴുന്നേൽക്കും, ഒരു 6 മണി 7 മണിയൊക്കെ ആകും, അല്ലെങ്കിൽ 9 മണിക്ക് ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ 9:30 സ്കൂളിൽ എത്തണം. എഴുന്നേറ്റത് 9:15 അല്ലെങ്കിൽ 9 മണിക്കാണ്. അപ്പോൾ ആദ്യം പല്ല് തേച്ചിട്ട് അത് കഴിഞ്ഞ് ബാത്റൂമിൽ പോകാനുള്ള സമയമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ ബ്രഷിൽ പേസ്റ്റ് വാരി തേച്ചിട്ട് പല്ല് തേച്ചുകൊണ്ട് തന്നെ ബാത്റൂമിൽ പോകുന്ന ഒരവസ്ഥ, മലമൂത്ര വിസർജനം ചെയ്യുന്ന അവസ്ഥ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇനി നാലാമതായി ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ തീയിലേക്ക്, തീക്കനലിലേക്ക്, അതുപോലെ മാളത്തിലേക്ക്, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്ക്, ആളുകൾ ഇരിക്കുന്ന സ്ഥലം, പൊതുവഴി, അതുപോലെ മരത്തിൻ്റെ താഴെ, ജീവികളുടെ മേൽ, ജീവികളുടെ പുറത്ത് ഒരിക്കലും മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. ഇനി അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, തനിച്ച ടോയ്ലറ്റിൽ വുളുവെടുക്കൽ കറാഹത്താണ്, സുന്നത്തിന് വിരുദ്ധമാണ്, അത് ചെയ്യാൻ പാടില്ല. തനിച്ച ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മുറി പോലെ, അവിടെ ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ. അതായത് കുളിക്കാനുള്ള സൗകര്യം അവിടെ ഇല്ല, ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ. എങ്കിൽ അവിടെ നമ്മൾ വുളു എടുക്കാൻ പാടില്ല, അത് കറാഹത്താണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ, ഇപ്പോൾ പുതിയ വീടുകളൊക്കെ എല്ലാ വീടുകളിലും എന്താ പറയുക, ഒരു വലിയ മുറി ഉണ്ടാകും, വലിയ മുറി പോലെ ഒരു ബാത്റൂം. അവിടെ ഒരു സൈഡിൽ ക്ലോസറ്റ് ഉണ്ടാകും, ടോയ്ലറ്റ് ഉണ്ടാകും, അതിൻ്റെ കുറച്ചിങ്ങോട്ട് മാറിയിട്ട് ഒരു പൈപ്പും പോലെ, അതുപോലെ ഷവറും ഒക്കെ ഉണ്ടാകും. അതായത് രണ്ടും കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്, അത് നമുക്ക് കുഴപ്പമില്ല. ഇനി ആറാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ബാത്റൂമിൽ കയറിയാൽ, ടോയ്ലറ്റിൽ കയറിയാൽ സംസാരിക്കരുത്. ഏഴാമതായി ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും മലമൂത്ര വിസർജനത്തിലേക്ക് അനാവശ്യമായി നോക്കിക്കൊണ്ടിരിക്കരുത്. എട്ടാമതായി ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും മലമൂത്ര വിസർജനം നടത്തുന്നതിൻ്റെ ഇടയിൽ മൂക്ക് വൃത്തിയാക്കാൻ പാടില്ല.